നല്ല പടമാണ്. റൈഫിൾ ക്ലബ്ബ് ഫുള്ള് വെടിയുടെ പരിപാടി, നൈസ് പടമാണ്, മാസ്. ആക്ഷനൊക്കെ പക്ക എന്താ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ആഷിക് കപൂറിന്റെ നല്ലൊരു ഡയറക്ഷനാണ്. എല്ലാവരും കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. നല്ലപോലെ എല്ലാവരും നല്ലപോലെ അഭിനയിച്ചു. ആഷിക് കപൂറിന്റെ കംബാക്ക്. അല്ല മറ്റത് ആക്ഷൻ ഫുള്ള് വെടിയുടെ. റൈഫിൾ ക്ലബ്ബ് കൊള്ളായിരുന്നു ബ്രോ, നല്ല പടമാണ്, മാസാണ്. യൂത്തിനാണ് ടൈം. നല്ല പടം. ആ ഒരു റൈഫിൾ ക്ലബിന്റെ എന്താ പറയാ, ആ പേര് തന്നെയാണ് സിനിമ. അല്ലാതെ ഈ കൂടുതൽ കഥയൊന്നുമില്ല. ഈ ഒരു 1.25 മണിക്കൂർ നമുക്കൊരു എന്റർടൈൻമെന്റ് ചെയ്ത് കണ്ടോണ്ടിരിക്കാം. അത് മാത്രമേ ഉള്ളൂ. അത് മാത്രം കാണാനായിട്ട് വരിക, കാണുക, പോകുക, അത്ര. എടുത്ത് മേക്കിംഗ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കൊള്ളാം. നമുക്ക് വലിയ ബോറിംഗ് ഒന്നും ആയിട്ട് തോന്നുന്നില്ല. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അടിച്ചു പൊളിക്കാനല്ല, ആ ഒരു മൂടല്ല ഇത്. ജസ്റ്റ് നമുക്ക് പറഞ്ഞില്ല, ആ പേര്, ആ റൈഫിൾ ക്ലബ്ബ് എന്നുള്ള ആ ഒരു വെടി തന്നെയാണ്, വെടിയും പുകയും തന്നെയാണ് സിനിമ. ആ ഒരു ഇതിലിരുന്ന് കണ്ടോണ്ടിരിക്കും. ലാസ്റ്റ് മേക്കിംഗ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു അമൽ നീരദ് പടമില്ലേ, ആ ലെവൽ പടമാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇത് എന്താ പറയാ, നമ്മുടെ സംവിധായകൻ ആരെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകും. സൂപ്പർ പടം, അടിപൊളിയായിരുന്നു. നെഗറ്റീവായിട്ട് ഒന്നുമില്ല, പോസിറ്റീവാണ് എല്ലാത്തിലും. ഡയറക്ഷൻ ആയാലും കണ്ടു കഴിഞ്ഞാൽ ഒരു അമൽ നീരദിന്റെ പടം പോലെയാണ്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. സ്ലോ ലാഗോ അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാം നല്ല ആക്ഷൻ മൂവി. കൊള്ളാം, പടം കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതല്ല. നമ്മളുടെ ശ്രദ്ധ അതിൽ തന്നെയാവും ഫുൾ ടൈം. എങ്ങോട്ടൊന്നും ശ്രദ്ധ പോകാനുള്ള യാതൊരുവിധ വഴിയില്ല. അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. അടിപൊളി, എല്ലാം പാകത്തിനാ, ഒന്നും ഓറില്ല, എല്ലാം പാകത്തിന്. നല്ല പടം റൈഫിൾ ക്ലബ്ബ്. ആഷിക് കപൂറിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം പോലെ ആ പേര് തന്നെയാണ് പറഞ്ഞില്ലേ, ആ റൈഫിൾ ക്ലബ്ബ് എന്നുള്ള ആ പേര് തന്നെയാണ് സിനിമ. അത് കാണാനായിട്ട് തന്നെ വരണം.